എങ്ങനെയുണ്ട് കലോത്സവം? കലോത്സവത്തിന് 10 മാർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറയാം. ഞങ്ങൾ കൊല്ലംകാരല്ലേ. നമുക്കൊരു 8 മാർക്ക് കൊടുക്കാം. കൊല്ലത്തെ കലോത്സവത്തിന് 10 മാർക്ക് തന്നെ എൻ്റെ ഞാൻ കൊടുക്കുന്നുണ്ട്. കൊല്ലം അടിപൊളിയാണ്. 10 8.5 മാർക്ക് കൊടുക്കാം. കൊല്ലക്കാരി എന്ന രീതിയിൽ ഫുൾ മാർക്ക്. 10 9 കൊടുക്കാം. ഞാൻ 10 തന്നെ കൊടുക്കും. അവരത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നു. 10 10 കൊടുക്കാം. ഒന്നും കൂടെ കൊടുക്കാമെങ്കിൽ കൊടുക്കാം. കൊല്ലത്തെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൊല്ലത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കൊല്ലം എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഒരു അവസരം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. സമാധാനപരം, സന്തോഷം, വളരെ ഐശ്വര്യമായിട്ട് തോന്നി കൊല്ലത്തെ ഈ പരിപാടികളെല്ലാം തന്നെ. നമ്മുടെ നാട്ടിൽ കലോത്സവം വരാമെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ആഘോഷം തന്നെയാണ്. ഒരു ഉത്സവം വരുമ്പോൾ പോലും എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കലോത്സവം വരുമ്പോൾ അത് ഉറപ്പായിട്ടും വലിയ ആഘോഷമാണ്. ഒരു കൺഫ്യൂഷൻ ഏതാണ്ട് ഒരു ഒഴിവായ തരത്തിലായിരുന്നു ഇപ്രാവശ്യത്തെ സംഘാടനം. നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ഭുതം എന്ന് പറയുന്നത് ഏകദേശം കൃത്യം ടൈമിൽ തന്നെ വലിയ സമയം ഡിലേ ആവാതെ തന്നെ ഓരോ പ്രോഗ്രാമുകളും കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായം വരുന്ന പ്രതിഭകൾക്ക് നമ്മൾ എന്ത് സഹായം എന്ത് കാര്യത്തിൽ നമ്മൾ കൂടെ നിൽക്കും. ഇത്ര തന്നെ. സാധാരണഗതിയിൽ കലോത്സവങ്ങൾ നടക്കുമ്പം പരാതികളുടെ ഇങ്ങനെ പരമ്പരയായിരിക്കും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. പൊതുവെ കൊല്ലത്ത് നടക്കുന്ന ഈ കലോത്സവത്തിൽ ആ രൂപത്തിലുള്ള പരാതികളുണ്ടായിട്ടില്ല. കൊല്ലം കണ്ടവനില്ലം വേണ്ട, ആ ഒരു പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്നതായിരുന്നു നമ്മുടെ ഈ കലോത്സവം. കൊല്ലം പൊളിയാണ്. കാരണം അത്രയ്ക്കും നല്ല പരിപാടികൾ നടക്കുന്നു അവിടെ. ടൈമിംഗ് ആണ് വളരെ മുഖ്യമായിട്ട്. കാരണം ജില്ലയ്ക്ക് പോയപ്പോൾ ഇതേപോലെ ടൈമിംഗ് ഒരിക്കലും കിട്ടിയില്ല. വളരെ ലേറ്റായിട്ടാണ് ഞാൻ ജില്ലയ്ക്ക് കളിച്ചപ്പോൾ കിട്ടിയത്. പക്ഷേ സ്റ്റേറ്റ് വന്നപ്പോൾ എല്ലാം വളരെ പക്ക കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അത് ഒരു വലിയ അഡ്വാൻറ്റേജ്. അടിപൊളിയായിരുന്നു കാരണം ഇതിൻ്റെ ഭാരവാഹികളും എല്ലാം നല്ലതായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഹരിതകർമ്മയ്ക്കും നല്ലൊരു ഇതാണ്. ഈ 62ാം കലോത്സവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ കൃത്യത. അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം കോഴിക്കോടൊക്കെ വളരെ നേരം വൈകിട്ട് തന്നെയാണ് തുടങ്ങിയിരുന്നത്. കൊല്ലം കളറാണ്, പക്ഷേ കോഴിക്കോട് ഉഷാറാണ്. കലോത്സവങ്ങൾ അങ്ങനെ പരസ്പരം വിലയിരുത്തപ്പെടുന്നത് ശരിയല്ലല്ലോ. ഓരോ ദേശത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും. കോഴിക്കോടും കൊല്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊല്ലത്ത് നല്ല നാട്ടുകാരാണ്. നമ്മളിപ്പോൾ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബസ്സിലൊക്കെ കയറിയാൽ കറക്റ്റ് സ്ഥലമൊക്കെ അവർ നമ്മളെ ഓർമ്മിപ്പിച്ച് തന്നെ നമ്മൾ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. സീറ്റിലിരിക്കുന്ന ആളുകൾ തന്നെ സ്ഥലം എത്തി അടുത്ത സ്റ്റോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൃത്യസ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ ഓട്ടോക്കാരും നല്ല സഹകരണമായിരുന്നു. നമ്മളെ എല്ലാത്തിനും സ്പോട്ട് നമുക്കറിയില്ല, വഴി അറിയില്ല. അപ്പോൾ അവരെല്ലാം നന്നായി സഹായിച്ചു നമ്മളെ ലോഡ്ജിൽ കാര്യങ്ങൾ എത്തിക്കാനും എല്ലാ കാര്യങ്ങളും. നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്തു. അതുകൊണ്ട് കൊല്ലംകാരോട് സ്നേഹമുണ്ട്, നന്ദിയുമുണ്ട്.